ക്ലീറ്റോങ്ങൾ നല്ല ഹോൾഡ് ഉണ്ടല്ലേ? അല്ല കനകങ്ങൾ പോലീസുകാരനായിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ ആദ്യം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ക്ലീറ്റോൻ്റെ. എല്ലാവരും കളിയാക്കും, പക്ഷേ എന്ത് കാര്യം നടക്കാനും ക്ലീറ്റോ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പം അത് നടക്കും. ഞങ്ങളിങ്ങനെ ക്ലീറ്റോന്റെ ഓരോ കാര്യവും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അവന് പോണ്ടല്ലോ. അല്ല മഴയൊക്കെ അല്ലേ, അപ്പൊ വീട്ടിലങ്ങ് ഇരിക്കാന്ന് വിചാരിച്ചു. നീ ഇവിടെ വന്നിരിക്കണോ? ഫോൺ മേടിക്കാൻ വേണ്ടി പോയി. എന്റെ ഫോൺ ഇത് വാങ്ങിക്കാനല്ലേ ക്ലീറ്റോ ചേട്ടൻ ആളെ വിട്ടത്? അതെനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇതാണിപ്പോ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ ഫോൺ. അപ്പൊ ക്ലീറ്റോ നിങ്ങൾ കിടന്ന് തള്ളിയതാണല്ലേ ഒപ്പം നിങ്ങളും? എന്താടാ ഇതെങ്ങനെ നിന്റെ കയ്യിൽ കിട്ടി? ക്ലീറ്റോ ചേട്ടൻ വരുന്നുണ്ട്. പോലീസാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസവും കാണിക്കരുത് കേട്ടാ. എന്ത് തോന്നിയ ദിവസം കാണിച്ചേ? ഈ ഫോൺ വാങ്ങിക്കാൻ ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തില്ലേ, പിന്നെ ചാടിക്കറി ഉടഞ്ഞതിന് എന്ത് ഏർപ്പാട്? എന്ത് ഏർപ്പാടാ? ഞങ്ങളുടെ DDT പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ്റെ ഫോൺ കിട്ടി, അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ അവിടെ നിന്ന് രതീഷ് എന്ന് പറഞ്ഞ പയ്യനെ വിട്ടു, ഞാൻ ചാൻസാറിന്റെ കൊണ്ടുവരാൻ എല്ലാം ചെയ്തു. അതിനിടയ്ക്ക് പോലീസ് പുറയിൽ അവിടെ ചെന്ന്. എങ്ങനെ ഈ ജോണി നിനക്ക് എങ്ങനെ അറിയാം? ഞങ്ങളുടെ DDT പാർട്ടിയുടെ വർക്കലത്തെ റെയിൽവേ ജീവനക്കാരൻ, അയാൾ ട്രാക്കി പണി കൊണ്ടപ്പോ കിട്ടിയതാ. ആ പാവപ്പെട്ടവൻ ഫോൺ കിട്ടിയ ഉടനെ വിളിച്ചു, ലാസ്റ്റ് കോളിലേക്ക് പുള്ളി തിരിച്ചു വിളിച്ചു, പറഞ്ഞു ഇനി മേലില് ഈ ഫോണിന്റെ ആളാണ് ഞാൻ, വേറെ ആര് വിളിച്ചാലും എടുക്കരുത്, നിന്നെ കുറച്ച് പടക്ക് തരാം, ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്, ഫോൺ എടുക്കാതിരുന്നത്. ഇങ്ങനെയുണ്ട്. പോലീസുകാർ അന്വേഷിച്ചപ്പോൾ തത്ത് പറയുമ്പോൾ കാര്യം പറഞ്ഞില്ലേ? എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നുണ പറയാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? ഗോളടിക്കേ ചുമ്മാ. ഇനിയിപ്പം എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട, ഫോൺ കിട്ടിയല്ലോ. ആ വാഴയിലും കൂടെ എടുത്തോണ്ട് പോ, നനയണ്ട. 1000 പോയി. അവൻ്റെ അടുത്ത് നീ ഫോൺ എടുക്കരുത്, എൻ്റെ തന്നെ തരണം, ഞാൻ പറഞ്ഞു വിടുന്ന ആളുകൾ കൊടുക്കണം, അന്ന് 1000 കൊടുക്കണം. അല്ല അത് പോട്ടെ, ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് എൻ്റെ ഫോൺ എങ്ങനെയാണ് പുറത്ത് വീണത്? അതാണ് ഞാനും ആലോചിക്കണത്. എനിക്ക് തോന്നണേ കമലാക്ഷി ചേച്ചിയില്ലേ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ എൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ടായി. എന്നിട്ട് ആ വേസ്റ്റ് എല്ലാം കൂടി ചുരുട്ടി കൂട്ടിയെടുത്ത് കടലാസെല്ലാമേ കൊടുത്തോട്ട് എറിഞ്ഞു കളഞ്ഞ അപ്പം പോയിട്ടുണ്ടാവും വേസ്റ്റിൻ്റെ കൂടെ. അപ്പം എനിക്ക് ഫോൺ വെട്ടിട്ടുണ്ട്. വല്ലാത്തൊരു അശ്രദ്ധ.